മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 81-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. സ്നിഗ്ധം മുഗ്ധം സതതമവിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യം ചക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂഃ. ഈ മഹാഭാരത കഥയിലെ ഓരോ ഭാഗങ്ങൾ പറയുകയാണ് ഇനി ഈ ദശകത്തിൽ ചെയ്യണത്. സത്യഭാമയെ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞിട്ട് സത്യഭാമയുടെ പിതാവിൻ്റെ മരണം, സിമന്തകമണി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്, അക്രൂരിന് തന്നെ അത് കൊടുത്തതും ഉള്ളതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി 8 പത്നിമാരാണല്ലോ പ്രധാനങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വിവാഹത്തിനെ കുറിച്ചും അതിൻ്റെ ഇടയിലെ മഹാഭാരത കഥയുടെ ചില ഭാഗങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ദശകത്തിൽ. ഇപ്പോൾ ആദ്യം ആ സത്യഭാമയോട് കൂടിയിട്ട് പാഞ്ചാലി വിവാഹത്തിന് പോയതായിട്ടുള്ള വിവരം ആണ് ഈ ശ്ലോകത്തിൽ പറയണത്. സ്നിഗ്ധം മുഗ്ധം, സ്നിഗ്ധയും മുഗ്ധയുമായിട്ടുള്ള, സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹശീലയായിട്ടുള്ള, മുഗ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജാവിവശയായിട്ടുള്ള ഒരു പ്രിയതമ ആണ് മുഗ്ധ. വിവാഹം കഴിഞ്ഞ് ലജ്ജയോട് കൂടിയതായിട്ടുള്ള ഒരു നായികയെ ആണ് മുഗ്ധ എന്ന് പറയുന്നത്. അങ്ങനെ സ്നിഗ്ധയും മുഗ്ധയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ലജ്ജയുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സത്യഭാമയെ സതതം അഭി, സദാസമയവും ലാളയൻ, ലാളിച്ചുകൊണ്ട്, വളരെ സ്നേഹത്തോടു കൂടി അവളുമായിട്ട് രമിച്ചുകൊണ്ട്, സ്നിഗ്ധയും മുഗ്ധയുമായിട്ടുള്ള ആ സത്യഭാമയെ വളരെയധികം ലാളിച്ചുകൊണ്ട്, സതതമഭി, സതതം എല്ലായ്പ്പോഴും, ലാളയൻ സത്യഭാമാം, അങ്ങനെ എപ്പോഴും സത്യഭാമയുടെ കൂടെ വർത്തിക്കുക എന്നുള്ളത് ഭഗവാൻ ശീലാക്കി. എന്നിട്ട് യാതോ ഭൂയ സഹഖലു തയാ യാജ്ഞസേനീ വിവാഹം, ഭൂയ വീണ്ടും, തയാ സഹ അവളോടുകൂടി, അതായത് സത്യഭാമയോടുകൂടി, യാജ്ഞസേനീ വിവാഹം യാതഃ, യാജ്ഞസേനിയുടെ, യാജ്ഞസേനി പാഞ്ചാലി, ദ്രൗപദിയുടെ വിവാഹത്തിനായിട്ട് പോയി. കൂടെ സത്യഭാമ ഉണ്ടായിരുന്നു എന്നാണ്. ദ്രൗപദിയുടെ സ്വയംവരം, പാഞ്ചാലിയുടെ സ്വയംവരം നിശ്ചയിച്ചിരുന്നൊരു പരീക്ഷ കൊണ്ടായിട്ടാണ്. അതിൽ ജയിക്കുന്ന ആളുകളെക്കാണ് പാഞ്ചാലിയെ വിവാഹം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ആ വിവാഹത്തിന് പോയത് വിവാഹം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അവിടെ പാണ്ഡവന്മാരവിടെ ഉണ്ട് എന്നുള്ളത്, അവരെത്തിച്ചേരും എന്നുള്ളതായിട്ടുള്ള വിവരമൊക്കെ ഉണ്ട് ഭഗവാന്. അപ്പോൾ അത് ആ ആഘോഷം കാണാനും അവിടെ വേണ്ടതായിട്ടുള്ള സഹായം പാണ്ഡവന്മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ട് വിവാഹോത്സവത്തിന് പോയത്. അപ്പോൾ അങ്ങനെ ആ പോണ സമയത്ത് സത്യഭാമയെയും കൊണ്ടുപോയിരുന്നു. വേറൊരു വിവാഹത്തിന് പോകുമ്പോൾ പത്നിയെ കൊണ്ടുപോകുക സ്വതേപതുമില്ലല്ലോ. പക്ഷേ ഇവിടെ വിവാഹത്തിനല്ല പോയത് എന്നുള്ളത് കൊണ്ട് സത്യഭാമയെയും കൂടെ കൊണ്ടുപോയി എന്നാണ്. സതതമപി താം ലാളയൻ സത്യഭാമം, എല്ലായ്പ്പോഴും ആ സത്യഭാമയെ ലാളിച്ചുകൊണ്ട്, ഭൂയ വീണ്ടും, അവൾ തയാ സഹ സത്യഭാമയോടുകൂടി, യാജ്ഞസേനീ വിവാഹം യാതഃ, യാജ്ഞസേനീ വിവാഹത്തിന് പോയി, യാതഃ പോയവനായി. എന്നിട്ട് പാർത്ഥപ്രീത്यै പുനരപി മനാഗ ആസ്ഥിതോ ഹസ്തിപുര്യം, അവിടെ വിവാഹത്തിനുണ്ടായതായിട്ടുള്ള വിഷയങ്ങളൊന്നും വിസ്തരിച്ച് പറയണില്ല. എന്താ വെച്ചാൽ ഇവിടെ ഭഗവാന്റെ കഥകളല്ലേ പറയണുള്ളൂ, അല്ലാണ്ട് പാണ്ഡവന്മാരുടെ കഥയല്ലല്ലോ കാര്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വിവാഹം ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതായിട്ടുള്ള സഹായമൊന്നും പറയണില്ല. അത് കഴിഞ്ഞ് പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, പാണ്ഡവന്മാരാണ് എന്നുള്ളത് മനസ്സിലായി. ബ്രാഹ്മണ വേഷത്തിൽ വന്നു. അർജുനനാണ് ആ ലക്ഷ്യം ഭേദിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ പാഞ്ചാലിയോടുകൂടി 5 പേരും കൂടി തിരിച്ച്
വന്നു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രയൊക്കെ അവരെ സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഹസ്തിനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് അതൊക്കെ പറയുന്നുണ്ട്. കഥ അതൊക്കെ ഇത് നാരായണീയത്തിൽ അതൊന്നും വിസ്തരിക്കണില്ല. യാതോ ഭൂയ പാർത്ഥപ്രീത്യൈ, പാർത്ഥന്മാരുടെ പ്രീതിക്ക് വേണ്ടി, പൃഥയുടെ പുത്രന്മാരാണ് പാർത്ഥന്മാർ. പൃഥ എന്ന് വെച്ചാൽ കുന്തിദേവി, കുന്തിദേവിയുടെ പുത്രന്മാർ പാർത്ഥന്മാർ. അപ്പോൾ കുന്തിദേവിയുടെ പുത്രന്മാർ എന്നുള്ളത് കൊണ്ട് മാദ്രീസുതന്മാരെയും കൂടെ ചേർക്കണുണ്ട്. എന്താ വെച്ചാൽ അവരുടെ വളർത്തമ്മയാണല്ലോ കുന്തി. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെ കുട്ടിക്കാലം മുതൽ വളർത്തിയിരിക്കുന്നത് കുന്തിദേവിയാണ്. അപ്പോൾ ആ പാർത്ഥന്മാർ എന്ന് പറഞ്ഞാൽ കുന്തിയുടെയും മാദ്രിയുടെയും മക്കളെ ഒന്നിച്ചാണ് കൗന്ദേയന്മാർ എന്ന് പറയുന്നതും പാർത്ഥന്മാർ എന്ന് പറയുന്നതും ഒക്കെ ഒന്നിച്ച് 5 പേരെയും കൂടിയിട്ടാണ്. പാർത്ഥപ്രീതി, പാർത്ഥന്മാരുടെ പ്രീതിക്ക് വേണ്ടി, പാണ്ഡവന്മാരുടെ പ്രീതിക്ക് വേണ്ടി പുനരപി മനാഗ് ആസ്ഥിത ഹസ്തിപുരത്തിൽ പുനഃപി വീണ്ടും മനാഗ് ആസ്ഥിത കുറച്ച് നാൾ താമസിച്ചു എന്നാണ്. പാർത്ഥന്മാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരെ വേണ്ട വിധത്തിൽ അവിടെ ധൃതരാഷ്ട്രയുടെ മക്കളായിട്ട് അല്ലെങ്കിൽ ധൃതരാഷ്ട്രമായിട്ട് യോജിച്ചവിടെ പോകാൻ വേണ്ടിയിട്ട് ശരിയാക്കണം എന്ന് തീർച്ചയാക്കിയിട്ട് പുതിയതായിട്ട് രാജ്യം പകുതി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഹസ്തിനപുരത്തിൽ തന്നെ താമസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വേണ്ട വിധത്തിൽ അവിടെ തമ്മിത്തല്ലൊന്നും ഇല്ലാതെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വഴിക്കാക്കണം പാണ്ഡവന്മാരെ എന്ന് വിചാരിച്ച് കുറച്ച് നാൾ ഹസ്തിനാപുരത്തിൽ താമസിച്ചു. എന്നിട്ട് ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായ, ശക്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള നഗരം തീർത്തു. അതായത് പദവി രാജ്യം ഇവർക്ക് കൊടുത്തിട്ട് പാണ്ഡവന്മാരെയൊക്കെ കൊടുപ്പിച്ചു ധൃതരാഷ്ട്രയെ കൊണ്ട്. എന്നിട്ട് അവിടെ അവർക്ക് രാജധാനിയായിട്ട് ശക്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള, അതായത് ഇന്ദ്രപ്രസ്ഥം എന്നുള്ളത്, ശക്രൻ ഇന്ദ്രനാണല്ലോ. അപ്പോൾ ശക്രപ്രസ്ഥം എന്നുള്ളത് ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള നഗരവും ഉണ്ടാക്കി. അതുണ്ടാക്കിയത് മയൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള നഗരം മയനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അതിൽ പാണ്ഡവന്മാരെ താമസിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായ ആഗതഃ അഭൂः, സംവിധായ ആഗതഃ അഭൂः, സംവിധായ ആഗതോ ഭൂः. പദം മുറിക്കുമ്പോൾ സംവിധായ ആഗതഃ അഭൂः എന്നാണ്. സംവിധായ തീർത്തിട്ട് ആ ചക്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള നഗരം ഉണ്ടാക്കിച്ചിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു. ആഗതഃ അഭൂः, ആഗതനായി ഭവിച്ചു, വന്നവനായി ഭവിച്ചു, തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ വന്നു എന്നാണ്. സ്നിഗ്ധാം മുഗ്ധാം, സ്നിഗ്ധയും മുഗ്ധയുമായ ലജ്ജാവതിയുമായിട്ടുള്ള ആ സത്യഭാമയെ സതതമപി ലാളയൻ, എല്ലായ്പ്പോഴും ലാളിച്ചുകൊണ്ട് യാതോ ഭൂയ സഹഖലു തയാ, അവളോടുകൂടി സത്യഭാമയോടുകൂടി യാജ്ഞസേനീ വിവാഹം വ്യാതഃ, യാജ്ഞസേനിയുടെ വിവാഹത്തെ ആയിക്കൊണ്ട് പോയിട്ട് വിവാഹ സ്ഥലത്തേക്ക് പോയിട്ട് പാഞ്ചാല രാജധാനിയിലേക്ക് പോയിട്ട് യാതഃ അങ്ങ് പോയവനായി. എന്നിട്ട് പാർത്ഥപ്രീതി, അതിനുശേഷം വിവാഹം കഴിഞ്ഞ് അർജുനൻ വിവാഹം കഴിച്ചു 5 പേർക്ക് വേണ്ടി ഒന്നിച്ച് ആണ് ഭർത്താക്കന്മാരായിട്ട് 5 പേരെയും സ്വീകരിക്കാനായിട്ട് വ്യാസഭഗവാന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ചു. അതൊക്കെ പോട്ടെ, അങ്ങനെ തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് ധൃതരാഷ്ട്ര കൂട്ടിക്കൊണ്ടു വന്നു ഇവരേക്ക്. അപ്പോൾ എന്നിട്ട് അവിടെ ഹസ്തിനപുരത്തിൽ വന്നതിന് ശേഷം അവിടെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ ഹസ്തിനപുരത്തിൽ തന്നെ താമസിച്ചു. ഇതിനുശേഷം ശക്രപ്രസ്ഥം എന്നുള്ളതായ ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള നഗരവും ഉണ്ടാക്കിച്ചിട്ട് പാണ്ഡവന്മാരെ അവിടെ വസിപ്പിച്ച് അതിനുശേഷം അവിടെ സുഖമായി എത്തിയതിന് ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം. ഭദ്രം ഭദ്രം ഭവദവരജം കൗരവേണാർത്ഥ്യമാനം ത്വദ്വാചാതാമഹൃത കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ.
ഇനി ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയുടെ വിവാഹമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഭദ്ര എന്നുള്ളതായിട്ടുള്ള സഹോദരി സുഭദ്ര എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഭവതവരജാം അങ്ങയുടെ അനുജത്തി ആയിട്ടുള്ള ഭദ്രയെ, ആ അനുജത്തിയുടെ വിശേഷണമാണ് ഭദ്രാം എന്ന്. രണ്ട് ഭദ്രാം എന്നുണ്ടല്ലോ. ആദ്യത്തെ ഭദ്ര സുഭദ്ര, രണ്ടാമത്തെ ഭദ്ര ഭദ്രയായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ, സൗശീല്യത്തോടു കൂടിയ, നല്ല സ്വഭാവത്തോടു കൂടിയ, അപ്പോൾ ഭദ്രമായ സ്വഭാവത്തോടു കൂടിയ, മംഗളമായ സുശീലയായിട്ടുള്ളതായ തൻ്റെ ഭദ്ര എന്ന അനുജത്തിയെ, സുഭദ്ര എന്ന അനുജത്തിയെ, ഭവതവരജാം അങ്ങയുടെ അവരജ അനുജത്തി അനുജയായിട്ടുള്ള സുഭദ്രയെ കൗരവേണ അർത്ഥ്യമാനാം, കൗരവൻ അവിടെ ദുര്യോധനനെയാണ് പറയണത്. കൗരവേണ അർത്ഥ്യമാനാം, ദുര്യോധനൻ സുഭദ്രയെ വിവാഹം ചെയ്ത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതായിട്ടുള്ള കാര്യം ബലരാമനായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ബലരാമൻ സമ്മതിക്കുകയും ചെയ്തു, സുഭദ്രയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന്. ബലരാമൻ്റെ അനീതിയാണല്ലോ. അപ്പോൾ തൻ്റെ അനുജത്തിയെ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് ബലരാമൻ സമ്മതിച്ചതുമാണ്. പക്ഷേ അത് കൃഷ്ണൻ അത് സമ്മതമായിരുന്നില്ല തീരെ. ദുര്യോധനന് സുഭദ്രയെ വിവാഹം ചെയ്തു കൊടുക്കണത് സമ്മതമായിരുന്നില്ല. അപ്പോൾ അർജുനനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം എന്ന് തീർച്ചയാക്കിയിരുന്നു എന്നാണ്. അങ്ങനെ ഭവതവരജാം കൗരവേണ അർത്ഥ്യമാനാം, കൗരവനാൽ ദുര്യോധനനാൽ അർത്ഥിക്കപ്പെട്ടത് വെച്ചാൽ വിവാഹത്തിന് ചോദിച്ചു. എന്നിട്ട് ത്വദ്വാച അങ്ങയുടെ വാക്കനുസരിച്ചിട്ട് അങ്ങ് പറഞ്ഞതാണ് അർജുനനോട്, ഇങ്ങനെ എൻ്റെ അനുജത്തി ഉണ്ട്, അവളെ കൊണ്ടുപോയേ നിവൃത്തിയുള്ളൂ, ഏട്ടൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് വിവാഹം ചെയ്യാൻ പറ്റില്ല. അർജുനന് തൻ്റെ സഹോദരിയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് കൃഷ്ണന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സന്യാസിയുടെ വേഷം കിട്ടിയിട്ട് അവിടെ വന്നാൽ സന്യാസിമാർ വലിയ ബഹുമാനമാണ് ബലരാമന്. അപ്പോൾ വളരെ സൗകര്യമായിട്ട് അന്തഃപുരത്തിലൊക്കെ പെരുമാറാൻ സാധിക്കും ഒരു സന്യാസിയുടെ വേഷം കിട്ടിയാൽ എന്ന് കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ച് അർജുനൻ അവിടെ വന്ന് താമസിക്കുകയൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ ത്വദ്വാച അങ്ങയുടെ വാക്കനുസരിച്ച് താം അഹൃത, താം അവളെ, ആ ഭദ്രയെ സുഭദ്രയെ അഹൃത അപഹരിച്ചു, കട്ടുകൊണ്ടുപോയി എന്നാണ്. ആരും ഇല്ലാത്തതായിട്ടുള്ള സമയത്ത്, കൃഷ്ണനുമില്ല ബലരാമനും ഇല്ല, അങ്ങനെയുള്ള സമയത്താണ് സുഭദ്രയെ രണ്ടുപേർക്കും അന്യോന്യം കുറച്ചു ദിവസം അവിടെ താമസിക്കുകയുണ്ടായി. ദ്വാരകയിൽ ഈ ബലരാമൻ്റെ അതിഥിയായിട്ട് അർജുനൻ കപടസന്യാസിയുടെ വേഷത്തിൽ താമസിച്ചു. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് അനുജത്തിയായിട്ടുള്ള സുഭദ്രയെ തന്നെ നിശ്ചയിച്ചു ബലരാമൻ. അങ്ങനെ അവർ തമ്മിൽ അനുരാഗം ഉണ്ടായി. സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു, രണ്ടാളും ഇല്ലാത്തതായിട്ടുള്ള സമയത്തിൽ. ത്വദ്വാച അങ്ങയുടെ വാക്കനുസരിച്ച് താമഹൃത കുഹനാമസ്കരി, കപടസന്യാസി, മസ്കരീച്ച സന്യാസി, കുഹനാമസ്കരി കപടസന്യാസിയായിട്ടുള്ള അർജുനൻ ശക്രസൂനുഹു, ശക്രൻ്റെ സൂനു ഇന്ദ്രപുത്രൻ ആയിട്ടുള്ളതായിട്ടുള്ള അർജുനൻ, ഇന്ദ്രനാണല്ലോ അർജുനൻ്റെ ശരിയായിട്ടുള്ള പിതാവ് എന്നാണല്ലോ പറയണത്. അപ്പം അങ്ങനെ ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനൻ ആ സുഭദ്രയെ അങ്ങയുടെ നിർദ്ദേശപ്രകാരം വിവാഹം ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. തത്ര ആ വിവാഹത്തിൽ, അപ്പോൾ അർജുനന് ദുര്യോധനന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ബലരാമൻ ഏറ്റിട്ടുള്ളതാണ്. ആ അനുജത്തിയെയാണ് അർജുനൻ കട്ടുകൊണ്ട് പോയത്. അപ്പോൾ ദേഷ്യം വന്നു, ബലരാമന് ദേഷ്യം വന്നു. അങ്ങനെ തത്ര ക്രുദ്ധം, അവിടെ വളരെയധികം ക്രുദ്ധനായി തീർന്ന ബലരാമനെ അനുനയൻ ഒരുവിധം സമാധാനിപ്പിച്ചു, അനുനയിപ്പിച്ചു കൊണ്ടുവന്നു ആര്? കൃഷ്ണൻ. അനുനയൻ പ്രത്യേകാഹ തേന സാർദ്ധം എന്നിട്ട് ബലരാമനോടുകൂടി അനുനയിപ്പിച്ചിട്ട് ഒടുക്കം ഇനി എന്തായാലും വിവാഹം കഴിഞ്ഞുല്ലോ, അപ്പോൾ ഇനി നമ്മൾ വിവാഹത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സ്ത്രീധനമൊക്കെ കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ അവർ ബന്ധുക്കളായി തീർന്നില്ലേ, ഇനിയിപ്പോൾ അത് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ അനുനയിപ്പിച്ചിട്ട് ബലരാമനോട് കൂടിയിട്ട് ഹസ്തിപുരത്തിലേക്ക് പോയി എന്നാണ്. തേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രത്യേകാഹ, ചക്രപ്രസ്ഥത്തിലേക്ക് പോയി. പ്രത്യേകാഹ അങ്ങ് ബലരാമനോടുകൂടി ചക്രപ്രസ്ഥത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ചക്രപ്രസ്ഥം പ്രിയസഖമുദേ, തൻ്റെ പ്രിയസഖിയായിട്ടുള്ള അർജുനന്
സന്തോഷത്തിന് വേണ്ടിയിട്ട്, അർജുനന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് വിവാഹത്തിന് അനുമോദിച്ചുകൊണ്ട് ബലരാമനും കൃഷ്ണനും ഒക്കെ അനുമോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്നേഹിതൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രിയ സഖമുദേ സത്യഭാമാ സഹായ, അപ്പോഴും സത്യഭാമയോടുകൂടിയാണ് ഹസ്തിനപുരത്തിലേക്ക് പോയത് എന്നാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സത്യഭാമയോടുകൂടി ഭഗവാൻ പോയി. ഈ ബലരാമനെയും അനുനയിപ്പിച്ചിട്ട് ആ ബലരാമനോടുകൂടി സത്യഭാമയെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി രണ്ടുപേരും എന്നാണ്. സ്നിഗ്ധം മുഗ്ധം സതതമപിതം ലാളയൻ സത്യഭാമം യാതോ ഭൂയ സ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്യൈ പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സ്നേഹം ലജ്ജ ഗുണമിവയഴും ഭാമയെയും രമിപ്പിച്ചങ്ങും വാണു കുറെ ദിനമഹോ കണ്ടു കൃഷ്ണാവിവാഹം പാർത്ഥപ്രീതിക്കഥ മരുവിയാഹസ്തിന പട്ടണത്തിൽ ഇന്ദ്രപ്രസ്ഥം നഗരമതു തീർത്തങ്ങു വന്നെത്തിഗേഹം. ഭദ്രം ഭദ്രം ഭവതവരജം കൗരവേണാർത്ഥ്യമാനം ത്വദ്വാചാതാമഹൃത കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കട്ടു പാർത്ഥൻ തവ ഭഗിനിയാം ഭദ്രയാകും സുഭദ്രേ നിൻവാക്കാലേ കപടമുനിയായി ധാർത്തരാശിച്ചിരിക്കേ ഏട്ടൻ കോപിച്ചതിനു ശമനം നൽകി പോയി ഭവാന്മാരിന്ദ്രപ്രസ്ഥം വിജയനു സുഖം നൽകുവാൻ ഭാമയൊപ്പം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.